ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ സ്കൂളിൽ വിട്ടു. അതായത് ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞ് ക്രിസ്മസ് ലീവായി. ക്രിസ്മസും ആനുവൽ ഡേ ഒരുമിച്ചായിരുന്നു. അത് കാരണം കുറച്ച് ക്രിസ്മസിൻ്റെ പ്രോഗ്രാംസ് ഉണ്ടായി, കുറച്ച് ആനുവൽ ഡേയും ഉണ്ടായി. അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എല്ലാം റിമൂവ് ചെയ്തു. മേക്കപ്പ് റിമൂവ് ചെയ്തു, ഡ്രസ്സ് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഹെയർ റിമൂവ് ചെയ്യണം, ഹെയർ കെട്ടാം, മുടി കെട്ടാം. മുടി കെട്ടാൻ പെട്ടെന്ന് വന്ന് വീഡിയോ എടുക്കണം. എന്തായാലും എന്താണ് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യണമല്ലോ ഫോൺ. ഞാൻ ഇവിടെ ഇട്ട് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, മുടി കെട്ടാൻ റിബണ് കണ്ടില്ല. ഞാൻ റിബണ് കണ്ടുപിടിച്ചിട്ട് വരാം. അങ്ങനെ തപ്പി ഒരു റിബണ് കിട്ടി. ഞാൻ ഈ റിബൺ എല്ലായിരുന്നു ഞാൻ എടുത്ത് വെച്ചത്. റിബൺ എന്താണെങ്കിലും ഇതെങ്കിലും കിട്ടി. കെട്ടും വീടെടുത്ത് കെട്ടുമ്പോൾ എനിക്ക് എന്തെങ്കിലും അങ്ങനെ സംസാരിക്കണം. അപ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടൂല. അപ്പം എന്തായാലും ഞാൻ കെട്ടിയിട്ടാണ് നിങ്ങളെ കാണിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ വിചാരിച്ചു എൻ്റെ സ്കെച്ച് പെൻസും എൻ്റെ ആർട്ട് ബാഗ് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമുക്ക് സ്കെച്ച് കാണാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു ബാഗ് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടി. ഇത് 2 ഭാഗമായിട്ടാണ് അറിയുന്നത്. എല്ലാവരും ഈ സ്കെച്ച് എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും പിങ്ക് എടുത്തു. ഒന്ന് ഈ ഭാഗം, അത് ഇങ്ങനെയുള്ളൊരു ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം ഞാൻ ഇതൊന്ന് സ്കൂളിൽ കൊണ്ടുപോയി. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ എടുത്ത് നോക്കിയ പിങ്കാണ്. രണ്ടാമത്തെ അത് ഇത്തിണക്കത്തൊരു ഭാഗമാണ്. ഞാനാണ് കറക്റ്റ് ചെയ്തത്, തന്നെ കറങ്ങുകയല്ല. അതുപോലെ അതെ 12 പീസസ് ഉണ്ട്. പിങ്ക് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ ഏതൊരു കളർ എൻ്റെ പേരെനിക്കറിയില്ല. പിന്നെ ഡാർക്ക് ബ്ലൂ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. പിന്നെ ഉള്ളതാണ് ഓക്കെ. ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ ചെറിയ സിബെന്നാണ് ഐശ്വര്യമായി തന്നത്. ഈ ബ്രഷ് പെൻസിൻ്റെ ഇത് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഇവിടെ ആയിട്ട് ഓക്കെ. ഫസ്റ്റ് തന്നെ ഒരു എറൈസർ. ഞാൻ അത് ഓൾറെഡി പൊട്ടിച്ച്, പിന്നെ ഓർത്ത് നിങ്ങളൊന്ന് കാണിക്കാം. പിന്നെ ഒരു സാധാ ഷാർപ്പനർ. എണീറ്റില്ല, കടന്നിട്ടില്ല, ഇവിടെ വേദനിക്കുന്നു. ആൾക്കൊന്നും വേദനിക്കാൻ വേണം, ഇന്നൊന്നും വേദനിക്കട്ടെ. അല്ല, വേദനിക്കാനുള്ളവർ കമൻറ്റ്. പിന്നെ ഒരു സ്കെച്ച് പെൻ, പിന്നെ ഒരു ഓയിൽ പേസ്റ്റ്. എനിക്ക് എല്ലാവർക്കും ഓയിൽ പേസ്റ്റിൽ അറിയാം എങ്ങനെയാണ്, പക്ഷേ എനിക്ക് ഒരു സമാധാനത്തിനില്ല. എനിക്കിങ്ങനെ തുറന്നു നോക്കി. പക്ഷെ ഇതാരോ പൊട്ടിച്ച് വെച്ച്, ഞാനല്ല. എന്താണ് ഇപ്പോൾ മറ്റേ ഇതൊന്നും എടുത്തിട്ടാണെന്നും എനിക്ക് ഭയങ്കര ഒരു സംശയം. ഇക്കാക്കാണ് രണ്ടും കൊണ്ടുപോയത്. അപ്പോൾ ഇക്കാക്ക് എടുത്തിട്ടുള്ള സാധ്യത ഉറപ്പാണ്. ഒന്ന് മാറ്റി ഇട്ടുന്ന നോക്കാം. എറൈസർ ഞാൻ തുറക്കുമ്പോൾ ഇത് രണ്ടും കിട്ടും. ഇതെന്താണെന്ന് വെച്ചാൽ എറൈസറാണ്. എന്താ വായിക്കാൻ പറ്റിയത്? എറൈസറാണ്. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വായിക്കണ്ടേ, അതിനാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇടാനുള്ളൊരു പെന്നാണ് ഇത്. ഇതിനകത്ത് ഞാൻ ഇത്തിരി 3 കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഞാൻ ഇതിലെടുത്തിട്ടിരിക്കുന്നത്. നമുക്കിത് അടച്ചു വെക്കാം, ഇല്ലെങ്കിലേ പണി കിട്ടും. ഇല്ലെങ്കിലേ ലാസ്റ്റ് എല്ലാം കൂടും അവിടെ ഇവിടെ ആയിട്ട് എടുത്തു വെക്കാൻ പറ്റില്ല. പിന്നെ ഈ സ്കെച്ച് ഞാൻ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ വെക്കുന്നുണ്ട്. എടുത്തത് ഈ ഓയിൽ പേസ്റ്റ് സ്കെച്ചസ് സൈഡിലേക്ക് ഈ ഭാഗത്തേക്ക് വെക്കുക.
ദേ ഇന്ന് ഈ സാധനങ്ങളൊക്കെ ദേ ഇവിടെ ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് വെക്കും. പിന്നെ ഒരു കളർ പെൻസിൽ, പിന്നൊരു പെയിൻറ്റ് വീട്ടിൽ ഇല്ലന്നല്ല ഉണ്ട്. അതാണ് ഞാൻ അന്നും പറഞ്ഞ ഡയലോഗ്. ഇല്ലന്നല്ല ഉണ്ട്, പക്ഷെ അത് അതിൻ്റെ ബ്രഷ് കാണുന്നില്ല. പക്ഷെ എനിക്ക് ഓൾറെഡി ഓർമ്മയുണ്ട് മറ്റേ ആർട്ടിക്കിറ്റിൽ, അതുകൊണ്ട് ഉണ്ട്. അപ്പോൾ മറ്റേ ആർട്ടിക്കിറ്റിലേക്ക് പോലെ ഇതുപോലെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അത് ഞാൻ കാണിച്ചായിരുന്നു. എനിക്കൊരു സംശയം, ഞാൻ ഇട്ട വീഡിയോ ഒന്ന് ഞാൻ മറന്നു എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞു. പിന്നെ സ്കെയില് നടയത്, എന്നൊരു സാധാ ഡോംസിൻ്റെ ഒരു സ്കെയില്, പിന്നെ ഡോംസിൻ്റെ ഒരു പെൻസിൽ. ഇതെന്ന് പറയുമ്പോൾ ഒറ്റ സെറ്റിലെല്ലാം ഉണ്ട്. മറ്റേ ആർട്ടിസ്റ്റും കൂടി വരുമ്പോൾ എല്ലാതും ഉണ്ട്. പിന്നെ അതേ ഡോംസിൻ്റെ ഈ ഒരു കളർ, ഇത് വെച്ച് തന്നെ മുഖം വരെ മറിക്കാൻ പറ്റും. ഒളിച്ചേക്കണ്ടേ ഇതൊക്കെ കളിക്കാൻ പറ്റും. കുഞ്ഞവൻ്റെ അടുത്ത് ഏറ്റെടുത്തല്ല. ഓക്കെ, ലാസ്റ്റ് വൺ ഒരു കളറിംഗ് ബുക്ക്, ആക്ടിവിറ്റി ബുക്കും. ഫസ്റ്റ് തന്നെ ഇതിലുള്ള ആണിക്കുട്ടി. രണ്ടാമത് എന്താ സാധനം മറിക്കാൻ ഭയങ്കര വേണം കേട്ടോ. അത് ജിറാഫ്. ഇങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇതിൽ ഫൈൻഡ് ചെയ്യാനും ആനിമൽസൊക്കെ ഫൈൻഡ് ചെയ്യാനും. പിന്നെ ഞാൻ കളർ അടിച്ച് വെച്ച് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. കാരണം അപ്പോഴേക്കും ഞാൻ അതൊക്കെ കളർ അടിച്ച് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോഴല്ലേ ഇത്രയും ഞാൻ കളർ അടിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബായ് വേണ്ട, നമുക്ക് ആദ്യം ഇത് എടുത്ത് വെക്കാം. എന്നാലേ ബായ് തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിലേ എൻ്റെ മക്കാതെ കണ്ടു. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നെ ചീത്ത പറയും ഇതൊക്കെ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട്. എടുത്ത് വെക്കുമ്പോൾ സൈലൻ്റ് ആവും. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചെടുത്തന്നെ ഞാൻ പറയുന്നത്. അതന്നെ ഏത് ഉമ്മ എനിക്ക് എന്നും പറഞ്ഞു, എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടേ എങ്കിലേ സമാധാനം കിട്ടില്ല. ഫസ്റ്റ് വലിയ സിപ്പ് പെട്ടെന്ന് കഴിഞ്ഞു, ചെറിയ സിപ്പ് ഇതിക്കും പെട്ടെന്ന് കഴിഞ്ഞു. കാരണം വെറും ഞാൻ അടച്ചതായിരുന്നു, തുറത്തിട്ടിട്ട്. രണ്ട് സാധനങ്ങളും എണ്ണിക്കോളും. 1 2 3 4 5 ഉള്ളൂ. ദെൻ എൻ്റെ ബ്രഷ് പെൻസിൻ്റെ വായിൽ വരും. പക്ഷെ ഇത് ബ്രഷ് പെന്നല്ല, അതാ പ്രോബ്ലം. സ്കെച്ചസ് അടച്ചതിന് ഓക്കെ. ഞാൻ ഇൻട്രോ എടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ബൈ പറയാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. വെയിറ്റ്, ഐ ആം ഹാനിയ ആൻഡ് signing off.